നമസ്കാരം, ഞാൻ രാഹുൽ വാണിയമ്പറ. ഇന്നൊരു കൗതുകരമായ വാർത്തയുമായിട്ടാണ് എത്തുന്നത്. മണ്ണുത്തി യൂണിവേഴ്സിറ്റിയിൽ ഒരു കുട്ടിക്ക് പശു കൊടുക്കുന്നുണ്ട്, കൃഷ്ണപ്രിയ എന്ന കുട്ടിക്ക്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ കലോത്സവ വേദിയിൽ ഓട്ടംതുള്ളൽ പഠിക്കുന്നതും അതുപോലെ തന്നെ മത്സരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വീട്ടിലെ പശുവിനെ വിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. അതുമാത്രമല്ല, ആ കുട്ടിക്ക് ഇപ്പോൾ SLC പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഫുൾ A+ കിട്ടി. അപ്പോൾ അന്ന് ആ ഒരു കലോത്സവ വേദിയിൽ A ഗ്രേഡ് തന്നെ കിട്ടി, 1ാം സ്ഥാനത്ത് എത്തിയിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ മാധ്യമം എന്ന പത്രത്തിൽ വാർത്ത വരികയും അത് വളരെ ചർച്ചയാവുകയും അതുപോലെ തന്നെ ആ പത്രത്തിൻ്റെ പത്രാധിപർ മന്ത്രി ചിഞ്ചുറാണിയെ പോയി കാണുകയുണ്ടായി. അപ്പോൾ അതിനനുസരിച്ച് എന്താണ് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചാൽ, അപ്പോൾ അതിന് വേണ്ട നടപടി എടുക്കാമെന്ന് അന്ന് തന്നെ ഒരു വാക്ക് നൽകിയിരുന്നു. അതിൻ്റെ ഫലത്തിൽ ഇന്ന് മണ്ണുത്തി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പശുവിനെ കൈമാറുന്ന കാഴ്ചകളാണ്. നമുക്ക് കാഴ്ചയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം. അതുപോലെ തന്നെ മന്ത്രി K രാജൻ എത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ ചിഞ്ചുറാണി, എല്ലാവരും സംസാരിക്കുന്ന ആ വീഡിയോയിലേക്ക് പോകാം. അതുപോലെ കൃഷ്ണപ്രിയയുടെ സുഹൃത്തുക്കളും വീട്ടുകാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ആ വീഡിയോയിലേക്ക് പോകാം നമുക്ക്. സന്തോഷം. മറ്റേ പക്ഷെ പാവായിരുന്നു. സന്തോഷം. ഇതന്നെ ഫുൾ ബ്ലാക്ക് ആയിരുന്നു. പിന്നെ ഒരു 2 കുട്ടികളുണ്ടായിരുന്നു കൊടുത്തപ്പോ. അമ്മൂന്ന് വിളിക്കും. അമ്മു. അല്ല, അച്ഛൻ നോക്കും. ഞാനും ഇടയ്ക്കിടയ്ക്ക് പോകും. അങ്ങനെ ഈ പശുക്കുട്ടിക്ക ഇത് ലക്ഷ്മിക്കുട്ടി. ആദ്യത്തെ പശുവിന്റെ പേരെന്തായിരുന്നു പറഞ്ഞത്? അമ്മു. അമ്മു. അമ്മു കുട്ടിക്ക് ലക്ഷ്മിക്കുട്ടി. അത് കളർ എന്തായിരുന്നു? ഫുൾ ബ്ലാക്ക് ആയിരുന്നു. ഫുൾ വെള്ളപ്പാണ് ഇതുണ്ടായിരുന്നു. ഇല്ല. കാരണം ഇങ്ങനൊരു അവസരത്തിൽ ഒരു പശുവിനെ മോള് മുഖേന കിട്ടുമ്പോൾ എന്താണ് പറയുന്നത്? വളരെ സന്തോഷമുണ്ട്. കുറവൊന്നുമില്ല. അതിന് മോളായിട്ട് കിട്ടിയല്ലോ. ചെറുപ്പം മുതലേ ഈ മേഖലയിലായിരുന്നു? ചെറുപ്പം മുതലും ഇതുണ്ട്. പിന്നെ കൃഷിയോട് കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ എത്ര പശുക്കളുണ്ട്? ഇപ്പോൾ വീട്ടിലൊരു കുട്ടിയുള്ളൂ, വലിയൊരു കുട്ടിയുണ്ട്. മറ്റേ പശു പോയപ്പോൾ ഒരുപാട് വിഷമമുണ്ടായിരുന്നോ? പശുക്കള് അതെ, നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവം കൊല്ലത്തായിരുന്നു ഇത്തവണത്തത്. വളരെ ഗംഭീരമായിട്ട് 10,000-കണക്കിന് കുഞ്ഞുങ്ങളാണ് ആ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കൊല്ലത്ത് പങ്കെടുത്തത്. നമുക്കറിയാം, വ്യത്യസ്ത വിഭാഗങ്ങളിൽ ഒരുപാട് കുട്ടികൾ സമ്മാനങ്ങളൊക്കെ മേടിച്ചിട്ടാണ് പോയത്. നമുക്കത് നല്ലതുപോലെ സംഘടിപ്പിക്കുവാൻ കഴിഞ്ഞു. ഇത്തവണ നമ്മൾ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു എന്നുള്ളൊരു പ്രത്യേകത സംസ്ഥാന കലോത്സവത്തിലുണ്ട്. ആ കലോത്സവത്തിൻ്റെ ഇടവേളകളിൽ ഒരു ദിവസമാണ് മാധ്യമം പത്രമാണെന്ന് തോന്നുന്നു നമ്മുടെ ഈ കുട്ടിയെ കണ്ടെത്തുകയും, അപ്പോൾ ആ കുട്ടിക്ക് അവിടെ ഈ കലോത്സവത്തിൽ പങ്കെടുക്കുവാൻ പറ്റിയതും അതെങ്ങനെയാണ് വന്നത് എന്നുള്ളത് മാധ്യമത്തിനോട് ഏതോ വിധത്തിൽ ഞാൻ അറിയുന്നതിന് മുമ്പ് തന്നെ പത്രക്കാർ ആ വിവരം അറിഞ്ഞു. കാരണം സ്വന്തം പശുവിനെ വിറ്റിട്ട് അവരുടെ, എനിക്ക് തോന്നുന്നു, അണിഞ്ഞൊരുങ്ങുവാനുള്ള സാധനങ്ങളൊക്കെ ആ കുട്ടിക്ക് മേടിക്കുവാൻ പണമില്ലാത്തതിൻ്റെ പേരിൽ പിന്നെ ഈ പശുവിനെ വിറ്റിട്ട് സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്ത കൃഷ്ണപ്രിയയെ കുറിച്ച് പത്രവാർത്ത കണ്ടപ്പോഴും ആ പത്രക്കാർ വിളിച്ചെന്നോട് പറഞ്ഞപ്പോഴുമാണ് ഞാൻ അറിഞ്ഞത്. അപ്പം അവരെന്താണ് ഇങ്ങനെ ചോദിക്കാൻ കാരണമെന്ന് ചോദിച്ചാൽ, എന്ത് ചെയ്യുമെന്ന് എന്നോട് ചോദിച്ചത്, നമുക്കറിയാം ഈ ഇടുക്കിയിലെ കുട്ടി കർഷകനുണ്ടായ അനുഭവം. 13 പശുക്കളാണ് ആ കുട്ടി കർഷകൻ്റെ നമുക്ക് മരണപ്പെട്ടത്. ആ കുട്ടി കർഷകന് ഞങ്ങൾ വളരെ പെട്ടെന്ന് HF ഇനത്തിൽപ്പെട്ട 5 പശുക്കളെ ഉൾപ്പെടെ
നല്ലതുപോലെ മിൽമയുടെ ഉൾപ്പെടെ പണം ഞങ്ങളുടെ കേരള ഫീഡ്സിൻ്റെയൊക്കെ ഒരു മാസത്തെ സൗജന്യമായിട്ടുള്ള തീറ്റകൾ ഉൾപ്പെടെ ഒരുപാട് ആനുകൂല്യങ്ങൾ അവരുടെ ഫാം നമുക്ക് അവർക്ക് വളർത്തുവാൻ ആ ഷെഡിന് 1.5 ലക്ഷം രൂപയൊക്കെ നിരവധി സഹായങ്ങൾ കൊടുത്തു. നിരവധി വർഷങ്ങൾ ആ കുട്ടി കർഷകന് ഗവൺമെൻറ് തരത്തിൽ ഓരോ വർഷവും ഞങ്ങൾ കൊണ്ടുവരുന്ന സ്കീം അനുസരിച്ചിട്ടുള്ള പശുക്കളെ കൊടുത്തുകൊണ്ട് 21ഓളം പശുക്കളുണ്ടായിരുന്നു. അപ്പോൾ ആ പശുക്കളെ ഞങ്ങൾ ആദ്യമായിട്ട് ആ കുട്ടി കർഷകൻ്റെ അടുത്ത് പറഞ്ഞ് നീ വിഷമിക്കേണ്ട, നീ എത്ര ലിറ്റർ പാൽ ഒരു മാസം എടുക്കുന്നു അല്ലെ ഡെയിലി എടുക്കുന്നു അതിൻ്റെ എത്രയോ ഇരട്ടി പാല് കിട്ടത്തക്ക നിലയിലുള്ള പശുക്കളെ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഈ പശുക്കളെ ഉൾപ്പെടെ നമുക്ക് ഈ സ്കീമുകളെല്ലാം കൊടുത്തത്. നമ്മുടെ കേരളത്തിൻ്റെ സിനിമാ താരങ്ങൾ മമ്മൂട്ടി ആയാലും അതുപോലെ തന്നെ ജയറാം 5 ലക്ഷം രൂപ, അതുപോലെ പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള നിരവധി സംഘടനകൾ അവിടെ എത്തി ആ കുട്ടി കർഷകനെ സഹായിച്ചത് നാം കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ബേസിലായിരിക്കാം ഒരു പക്ഷേ ഈ കുട്ടിക്ക് എന്തെങ്കിലും ചെയ്യുമോ എന്ന് ചോദിച്ചത്. ഞാൻ അപ്പം തന്നെ പറഞ്ഞു അതിനെന്താ സഹായിക്കാം എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ പിന്നീട് നമുക്കറിയാം തെരഞ്ഞെടുപ്പിൻ്റെ ആ തിരക്കിൽ ഞങ്ങൾക്ക് ഓടിയെത്താൻ പറ്റിയില്ല. പക്ഷേ ഞാൻ അന്ന് തന്നെ ഈ കുട്ടി പഠിച്ച സ്കൂളിലെ HMനെ ഞാൻ നേരിട്ട് വിളിച്ചു. ഈ കുട്ടിയെ വിളിച്ച് അന്വേഷിക്കണം, ഈ പശുവിനെ തന്നാൽ അതിന് വളർത്താനുള്ള സാഹചര്യം എല്ലാം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തരും. അപ്പോൾ നമ്മുടെ HM അന്നേരം തന്നെ വിളിച്ചു, വീട്ടുകാരുമായിട്ട് സംസാരിച്ചിട്ട് എന്നെ തിരിച്ച് വിളിക്കുന്നൊരവസ്ഥയാണ് കാണുവാൻ സാധിച്ചത്. അപ്പം തന്നെ ഞാൻ യൂണിവേഴ്സിറ്റി നമ്മുടെ വൈസ് ചാൻസലറുമായിട്ട് ബന്ധപ്പെട്ടു. ഇവിടുത്തെ നമ്മുടെ സ്റ്റാഫുകൾ ഉൾപ്പെടെ അവർ ഒരുമിച്ചിരുന്നുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ തീരുമാനം പറഞ്ഞു, ഞങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞു വെച്ചിട്ട്. അപ്പോൾ അന്നേരം തന്നെ ഞാൻ ഇവരെ വിവരം അറിയിച്ചു. പക്ഷേ എനിക്ക് കുറച്ച് താമസം നേരിട്ടു എന്നുള്ളതാണ്. ഇന്ന് ഞാനിപ്പോൾ ചെയ്തത് തൃശ്ശൂർ ചേർപ്പ് മണ്ഡലത്തിൽ 4 പശുക്കൾ കറണ്ടടിച്ച് മരിച്ചു. തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിലായിരുന്നു, എനിക്ക് അവിടെ ഓടിയെത്താൻ പറ്റിയില്ല. പക്ഷേ ആ കർഷകനെ ഞാൻ വിളിച്ചു, ഇന്ന് അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുത്തതാണ്. അപ്പോൾ അവർക്ക് എനിക്ക് തോന്നുന്നു ഇതിനകം ഒരു പശുവിനെ ഇൻഷുർ ചെയ്തുകൊണ്ട് 64,000 രൂപ അങ്ങനെ കിട്ടി. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ 32,000 രൂപ കൊടുത്ത് ഇന്ന് 45,000 രൂപ 3 പശുക്കൾക്കായിട്ട് മിൽമയുടെ ധനസഹായം കൊടുത്തു. നമുക്ക് ഇപ്പോൾ ദുരിതാശ്വാസ എന്തൊരു ഫണ്ടാണത്, ദുരന്ത നിവാരണ ഫണ്ട്, കേരളത്തിലെ ദുരന്ത നിവാരണ ഫണ്ട് ഞങ്ങളുടെ വകുപ്പിൻ്റെ ഒരു ചെറിയ പണമുണ്ട്. അതുകൂടി ആപ്ലിക്കേഷൻ ഇന്ന് മേടിച്ചുകൊണ്ട് അതുകൂടെ 3 പശുക്കൾക്ക് കൊടുക്കാമെന്ന് ഞാനിപ്പോൾ സമ്മതിച്ചു. ആ കർഷകൻ സന്തോഷത്തിലാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നത്. പക്ഷേ കൃഷ്ണപ്രിയയ്ക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഒരു പശുവിനെയാണ് ഇവിടെ ഇന്ന് കൊടുക്കുന്നത്. നല്ല ഇനത്തിൽ HF ഇനത്തിൽപ്പെട്ട ഗർഭിണിയായ പശു 2 മാസത്തിനകം അത് പ്രസവിക്കും. നമ്മൾ പാലുള്ള ഒരു പശുവിനെ കൊടുത്താൽ ചിലപ്പം അതിൻ്റെ പാൽ അവിടെ കൊണ്ടുചെല്ലുമ്പോൾ കുറയും. നല്ല തീറ്റ കൊടുക്കണം, ഇവർ കൊടുക്കുന്ന അതേ പോകും. അപ്പോൾ അതുകൊണ്ട് ഈ ഗർഭിണി പശുവിൻ്റെ 2 മാസത്തെ തീറ്റ ഉൾപ്പെടെ ഈ പ്രസവ സമയം വരെയുള്ള തീറ്റ യൂണിവേഴ്സിറ്റി തന്നെ കൊടുക്കും. അപ്പോൾ ഏറ്റവും നല്ലതുപോലെ ആ പശുവിന് പരമാവധി നമുക്ക് പാല് കിട്ടത്തക്ക നിലയിൽ തന്നെ നമ്മൾ ചെയ്യുന്ന അതുപോലുള്ള ശുശ്രൂഷ കൃഷ്ണപ്രിയ ഇനി വരും ദിവസങ്ങളിൽ ആ കുടുംബം ഏറ്റെടുക്കണം. അതിന് വേണ്ടുന്ന എല്ലാ സഹായവും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വേണമെങ്കിൽ അതെല്ലാം ഞങ്ങൾ കൊടുക്കും എന്ന് മാത്രം ഈ അവസരത്തിൽ വളരെ സന്തോഷം എനിക്ക് തോന്നി. നമ്മുടെ ഇടുക്കിയിലെ കുട്ടി കർഷകനെ പോലെ തന്നെ എനിക്ക് കൃഷ്ണപ്രിയയും വളരെയധികം സ്നേഹമുണ്ട്. കൃഷ്ണപ്രിയ നല്ലതുപോലെ പഠിക്കണം, നല്ല പഠിക്കുന്ന കുട്ടിയാണ്. ഓട്ടംതുള്ളലിൽ A+ ഗ്രേഡ് കിട്ടി. ഇപ്പം +1 SLCക്ക് ഫുൾ A+ കിട്ടി എന്ന് പറഞ്ഞാൽ 95% മാർക്കാണ്. തീർച്ചയായിട്ടും ഞാൻ കൃഷ്ണപ്രിയ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. കൃഷ്ണപ്രിയയ്ക്ക് എന്തായാലും ആ കുടുംബത്തിന് ഇതൊരു വലിയ സഹായമാകും എന്ന് മാത്രമേ ഞാൻ ഈ അവസരത്തിൽ പറയൂ. കലാരംഗത്ത് ഏറ്റവും ശ്രദ്ധ പിടിച്ചുപറ്റി സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ ഓട്ടംതുള്ളലിന് ഒന്നാം സ്ഥാനാർഹിയായിട്ടുള്ള കൃഷ്ണപ്രിയയ്ക്ക് ഹൃദയപൂർവ്വം എന്ന തലക്കെട്ടോടെ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും മനോഹരവും മാതൃകാപരവുമായിട്ടുള്ള ഈ പരിപാടിയുടെ ഉദ്ഘാടകയും ഈ ആശയം രൂപകൽപ്പന ചെയ്ത ഞങ്ങളുടെ മന്ത്രിസഭയിലെ പ്രിയങ്കരിയായിട്ടുള്ള മൃഗസംരക്ഷണ ക്ഷീര വികസന മൃഗശാല വകുപ്പിൻ്റെ മന്ത്രി കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീമതി ജയ ചിഞ്ചുറാണി, നമുക്ക് എല്ലാവർക്കും പരിചിതനായിട്ടുള്ള കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയുടെ പ്രൊഫസർ ഡോക്ടർ അനിൽ KS, പ്രിയങ്കരനായ വൈസ് ചാൻസലർ, യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാർ ഡോക്ടർ സുധീർ ബാബു, ശ്രീമതി
ലത രാജീവ് ഈ പരിപാടിയുടെ അടിസ്ഥാനപരമായ കാരണമായി മാറിയിട്ടുള്ള പ്രിയങ്കരിയായിട്ടുള്ള കൃഷ്ണപ്രിയ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വളരെ സുദീർഘമായിട്ടുള്ള പ്രസംഗം ഞാൻ നടത്തുന്നില്ല. ബഹുമാനപ്പെട്ട മന്ത്രി നിങ്ങളോട് തുടർന്ന് സംസാരിക്കും. ഒരുപക്ഷെ നാടിനാകെ മാതൃകയായിട്ടുള്ള ശ്രദ്ധേയമായൊരു പദ്ധതിയാണ് പ്രിയപ്പെട്ട മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീമതി ചിഞ്ചുറാണിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഇപ്പോൾ കേരള വെറ്റിനറി സർവകലാശാല നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത്. ഓട്ടംതുള്ളലിൽ ഒന്നാനാർഹയായ കൃഷ്ണപ്രിയയ്ക്ക് സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൻ്റെ സഭയ്ക്ക് വരുമ്പോൾ അതിൻ്റെ ചിലവുകൾ വഹിക്കാൻ മറ്റു നിവൃത്തിയില്ലാതെ വന്നപ്പോൾ തൻ്റെ കുടുംബത്തിൻ്റെ ഉപജീവന മാർഗമായിട്ടുള്ള പശുവിനെ വിൽക്കാൻ പോലും തയ്യാറായിട്ടുള്ള കലാകാരിക്ക് നഷ്ടപ്പെട്ട പശുവിന് പകരം കുറച്ചുകൂടി നല്ല ഇനത്തിൽപ്പെട്ട ഒരു പശുവിനെ സമ്മാനിക്കുക എന്ന മഹത്തരമായിട്ടുള്ള ചടങ്ങ് ഞാൻ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീമതി ജയ ചിഞ്ചുറാണിയോട് പ്രത്യേകമായ അഭിനന്ദനവും നന്ദിയും അറിയിക്കുന്നത്, കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൻ്റെ മുഖ്യ സംഘാടകയായി പൂർണ്ണസമയം അവിടെ ഉണ്ടായിരുന്നയാളാണ് പ്രിയപ്പെട്ട മന്ത്രി. തൻ്റെ നാട്ടിലുള്ള കലോത്സവത്തിന് ഒരു കുട്ടി വരുമ്പോൾ ഓട്ടംതുള്ളലിൽ എന്ന കലയോട് കലാകാരിയായിട്ടുള്ള ഒരാൾക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ പ്രതിബദ്ധത തെളിയിക്കാൻ, ഒരു വീട്ടിലെ ഉപജീവന മാർഗത്തെ തന്നെ വിൽക്കാൻ തയ്യാറായി എന്നതിനേക്കാൾ ഒരു കലാകാരിക്ക് തൻ്റെ കലാപ്രവർത്തനത്തിനോട് കാണിക്കാനുള്ള കമ്മിറ്റ്മെൻറ്റ് അഥവാ അർപ്പണബോധം അത്രമാത്രം മഹത്തരമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നഷ്ടപ്പെട്ട പശുവിന് പകരം അതിനേക്കാൾ നല്ല ഒരു ഇനത്തെ നൽകണം എന്ന് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറോടും യൂണിവേഴ്സിറ്റിയുടെ നടത്തിപ്പുകാരോടും ബഹുമാനപ്പെട്ട മന്ത്രി നിർദ്ദേശിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ കൃഷ്ണപ്രിയ ഓട്ടംതുള്ളലിൽ ഒന്നർഹയായിരുന്നു. പശു വളർത്തുന്നതിൽ വീട്ടുകാരെ സഹായിക്കുന്ന വിധത്തിൽ മിടുക്കിയായിരുന്നു. ഇപ്പോൾ 10ാം ക്ലാസ്സിൽ വലിയ A+ വിജയത്തോടു കൂടി പഠനത്തിലും മിടുക്കിയായ ഒരാളാണ് എന്ന് നമുക്കിടയിൽ തെളിയിക്കുകയും ചെയ്തു. ഞാൻ കൃഷ്ണപ്രിയയെ സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടി ഊഷ്മളമായി അവർ നേടിയ വിജയങ്ങൾക്കെല്ലാം പേരിൽ ഞാൻ അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിച്ചു. ഇവിടെ യഥാർത്ഥത്തിൽ മന്ത്രിയും യൂണിവേഴ്സിറ്റിയും നൽകുന്നത് മറ്റ് ഒരു പ്രധാനപ്പെട്ട സന്ദേശമാണ്. ആ സന്ദേശമാണ് ഞങ്ങളുടെ മുമ്പിലിരിക്കുന്ന കുട്ടികൾ മാത്രമല്ല മുതിർന്നവർ കൂടി മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഇവിടെ കൃഷ്ണപ്രിയയ്ക്ക് ഒരു നല്ല പശുവിനെ സമ്മാനിക്കുന്നു എന്നതല്ല, നേരെ മറിച്ച് നമ്മുടെ സമൂഹത്തിനകത്ത് ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങളിലേക്ക് ഒരാൾ കടന്നു പോകുമ്പോൾ, ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളെ ഒരാൾ അഭിസംബോധന ചെയ്യുമ്പോൾ, അത് തങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമാണെങ്കിൽ അതിന് പരിഹാരം കാണുക എന്ന മനുഷ്യസ്നേഹത്തിൻ്റെ ഒരു അംശം നമുക്കിടയിലെല്ലാം ഉണ്ടാകണം എന്ന് കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ പഠിപ്പിക്കുകയാണ് മന്ത്രിയും കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയും എന്ന പക്ഷക്കാരനാണ് ഞാൻ. നമ്മുടെ മക്കൾ എന്താകണമെന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത വിധം അധ്യാപകർ രക്ഷകർത്താക്കൾ അലയുന്നൊരു കാലമാണ്. +2-നും SSLC-ക്കും A+ നേടിയ കുട്ടികളെ തേടിയെത്തി അവാർഡുകൾ കൊടുക്കാൻ ജനപ്രതിനിധികളും സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ട്യൂഷൻ സെൻ്ററുകളും ഒക്കെ മത്സരിക്കുന്ന ഒരു കാഴ്ചയുടെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. പലപ്പോഴും എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. കഴിഞ്ഞ 8 വർഷക്കാലത്തിനിടയിൽ നമ്മുടെ നിയോജക മണ്ഡലത്തിലെ 42ഓളം വരുന്ന എല്ലാ സ്കൂളുകളിലും അന്നത്തെ മന്ത്രിയായിരുന്ന രവീന്ദ്ര മാഷിന്റെ നിർദ്ദേശപ്രകാരമുള്ള അക്കാഡമിക മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ പോയ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ. അവിടെ ചെല്ലുമ്പോൾ പലപ്പോഴും നമ്മുടെ രക്ഷകർത്താക്കളോട്, പ്രത്യേകിച്ച് MPT യോഗത്തിൽ പങ്കെടുക്കുന്നവരോട് ഞങ്ങൾ ചോദിക്കാറുണ്ട്, മക്കളെ ആരാക്കാനാണ് പരിപാടി? സാധാരണ നിലയിൽ നീണ്ട ഒരു ലിസ്റ്റാണ് അമ്മമാർ അച്ഛന്മാർ ഒക്കെ പ്രഖ്യാപിക്കുക. ഡോക്ടറാകണം, എഞ്ചിനീയറാകണം, കളക്ടറാകണം, ജഡ്ജിയാകണം, വക്കീലാകണം, അഭിഭാഷകനാകണം, പിന്നെ പ്രൊഫസറാകണം, ശാസ്ത്രജ്ഞനാകണം, പ്രഭാഷകനാകണം. ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ആയിരക്കണക്കിന് ആവശ്യങ്ങളാണ് കുട്ടികളെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും ഉള്ളത്. യഥാർത്ഥത്തിൽ കൃഷ്ണപ്രിയയ്ക്ക് ഇങ്ങനെയൊരു വലിയ സമ്മാനം നൽകി കേരളത്തിൻ്റെ ബഹുമാന്യായ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി എന്ന ക്ഷീര കർഷകരുടെ ഈ പ്രാർത്ഥനാലയത്തിൽ നിന്ന് ഇനി പുറത്തേക്ക് ഇറങ്ങുന്ന ആരോടും മക്കളെ ആരാക്കുമെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ നിങ്ങളുടെ മനസ്സിലുണ്ടാകാൻ പാടൂ. അത് ഡോക്ടറും എഞ്ചിനീയറും അഭിഭാഷകനും പ്രഭാഷകനും ശാസ്ത്രജ്ഞനുമാകും എന്ന മറുപടി ആയിരിക്കരുത്. ലോകം ചെറുതാവുകയാണ്. അന്തിക്കാട് നിന്ന് പ്രീ ഡിഗ്രിക്ക് കേരളവർമ്മ കോളേജിൽ പഠിക്കണമെന്ന ആഗ്രഹം അച്ഛൻ്റെ മുമ്പിൽ നിരത്തിയപ്പോൾ അന്നത്തെ കാലത്ത്
അച്ഛൻ പറഞ്ഞത് കേരളവർമ്മ കോളേജിൽ പോകേണ്ട SM കോളേജിൽ പോകലാണ് എളുപ്പം. കാരണം ചെമ്മാപ്പള്ളി വഴി പോകുന്ന KK മേനോൻ ബസ്സിൽ കയറിയ 15 മിനിറ്റ് കൊണ്ട് അങ്ങോട്ടെത്താം, 15 മിനിറ്റ് കൊണ്ട് ഇങ്ങോട്ടെത്താം. വീടിന് ഏറ്റവും അടുത്ത് കുട്ടി പഠിക്കണം എന്ന അച്ഛൻ്റെ ആഗ്രഹമാണ്. ഇപ്പം മണ്ണുത്തിയിൽ നിന്ന് കേരളവർമ്മ കോളേജിലേക്ക് ഫോം മേടിക്കാൻ അമ്മ പോകുന്ന നേരത്ത് കുട്ടി ഓൺലൈനിലൂടെ ദക്ഷിണാഫ്രിക്കയിലെ പ്രിട്ടോറിയ യൂണിവേഴ്സിറ്റിയുമായിട്ട് കരാറുണ്ടാക്കി കഴിഞ്ഞ് കാണും. അഡ്മിഷൻ കിട്ടി, പണം അടയ്ക്കാനാണ് ഇനി അമ്മയ്ക്ക് പണി. ലോകം ചെറുതാവുകയാണ്, നമുക്ക് പോകാനുള്ള സാധ്യതകൾ വിപുലവുമാവുകയാണ്. ആ ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ മക്കളാരാകുമെന്ന ചോദ്യത്തിന് അവൻ്റെ പ്രൊഫഷനുകളെ കണ്ടെത്തേണ്ട കാര്യം ഇപ്പം നമുക്കില്ല. സാധാരണ പണ്ടങ്ങനെയായിരുന്നു, ഓരോ കോഴ്സിലും വിടുമ്പോൾ അവൻ എന്ത് ജോലി എടുക്കും എന്നതായിരുന്നു നമ്മുടെ പ്രധാനപ്പെട്ട കൺസേൺ. ഇന്നത് മാറേണ്ട ഘട്ടമായി. ലോകം മുഴുവൻ നടക്കാവുന്ന പുതിയ മാറ്റത്തിൻ്റെ വഴി തേടി നമ്മുടെ കുട്ടികൾ യാത്രയാവുകയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും IT-യും ഒരു യാഥാർത്ഥ്യമായി നിൽക്കുകയും ചെയ്യുന്ന ലോകത്ത് അവന് പഠിക്കാൻ ഇഷ്ടപ്പെട്ടതെല്ലാം പഠിക്കാനുള്ള അവസരം അവൻ്റെ മുമ്പിലുണ്ട്. പക്ഷേ നമ്മുടെ കർത്തവ്യം അവിടെ തീരുന്നില്ല. നമ്മുടെ കർത്തവ്യം പുറത്തിറങ്ങുന്ന നേരത്ത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഹനീയമായ യൂണിവേഴ്സിറ്റിയുടെ പടി ചവിട്ടി പുറത്തേക്ക് പോകുന്ന നേരത്ത് മക്കളെ ആരാക്കണം എന്നാരെങ്കിലും ചോദിച്ചാൽ, മക്കൾ ആരാക്കും എന്നാരെങ്കിലും ചോദിച്ചാൽ ശിരസ്സു താഴ്ത്താതെ ഉയർത്തിപ്പിടിച്ച ശിരസ്സോടെ നിർഭയമായി അവരോട് മറുപടി പറയാൻ നമുക്ക് പറ്റണം. ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ മനുഷ്യരാക്കും എന്നായിരിക്കണം ആ ഉത്തരം എന്നാണ് വിനീതമായി എൻ്റെ അഭിപ്രായം. യഥാർത്ഥത്തിൽ കൃഷ്ണപ്രിയയ്ക്ക് ഈ മഹനീയമായ സമ്മാനം നൽകുന്നതിലൂടെ കേരളത്തിലെ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി നമ്മളോട് പറയുന്നത് മനുഷ്യരായ മക്കളുമൊത്ത് പുതിയ കാലത്തേക്ക് യാത്ര ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടാക്കണം എന്നുള്ളതാണ്. ആ മാനവികതയാണ് നമ്മുടെ മക്കൾ കൈവിടാതെ സൂക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ അവസാനിപ്പിക്കുന്നു. കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ കേരളത്തിൻ്റെ മൃഗസംരക്ഷണ ക്ഷീരവികസന രംഗത്ത് സമാനതകളില്ലാത്ത വിധത്തിലുള്ള സഹായങ്ങൾ കേരളത്തിന് പ്രഖ്യാപിച്ചൊരു മന്ത്രിയുടെ സാന്നിധ്യം നമ്മളെ അഭിമാനം കൊള്ളിക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ. നേരത്തെ നമ്മുടെ മുമ്പിലുണ്ടായിരുന്നൊരു പ്രശ്നം, വീട്ടിൽ 1-2 പശു ഉണ്ടെങ്കിൽ കെട്ടിക്കാനും പഠിപ്പിക്കാനും മക്കളുണ്ടായാലും ഒരു പ്രയാസം ഉണ്ടാകുന്നതല്ല. അവർക്ക് എല്ലാ സഹായങ്ങളും ചെയ്യാൻ ഈ സമ്പത്ത് നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്ന് വിചാരിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പാലിൻ്റെ വില കൂടുന്നതിനനുസരിച്ച് തീറ്റയുടെ വില കൂടി കൂടുന്ന ഒരു ഘട്ടത്തിൽ പശു ഉണ്ടാകുന്നതും പശുവിനെ കൊണ്ടു നടക്കുന്നതും ഒരു അധിക ബാധ്യതയായി കരുതും വിധം ഉണ്ടായിരുന്ന ഒരു കാലത്തെ മാറ്റി ക്ഷീര കർഷകർക്ക് കൂടുന്ന വില അക്ഷരാർത്ഥത്തിൽ കിട്ടാനും ഓരോ ഘട്ടത്തിലും സർക്കാർ നേരിട്ട് തന്നെ ഇൻസെൻറ്റീവ് കൊടുക്കാനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒരു ഘട്ടത്തിൽ ലിറ്ററിന് 1 രൂപ എന്ന വിധത്തിൽ കൊടുക്കാൻ തീരുമാനിച്ച ഇൻസെൻറ്റീവ് 3 മാസക്കാലത്തെ പണം അഡ്വാൻസായി ഞങ്ങളുടെ ക്യാബിനറ്റിൽ അതിശക്തമായ യുദ്ധം നടത്തി ക്ഷീര കർഷകർക്ക് മേടിച്ച് നൽകാൻ മടി കാണിക്കാത്ത ക്ഷീര കർഷകർ സ്വന്തം വകുപ്പിൻ്റെ ഭാഗം മാത്രമല്ല കൂടപ്പുറപ്പുകളാണെന്ന് കരുതുന്ന വിധത്തിൽ ആ വകുപ്പിനെ ശ്രദ്ധയോടെ നോക്കുന്ന ഒരു മന്ത്രിയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ചിഞ്ചുറാണി എന്ന അനുഭവങ്ങളിലൂടെ ബോധ്യമായിട്ടുള്ള ഒരാളാണ് ഞാൻ. ഞങ്ങളുടെ ക്യാബിനറ്റിൽ പലപ്പോഴും, ക്യാബിനറ്റിൽ പറഞ്ഞത് പറയില്ല, അതൊക്കെ രഹസ്യമാണ്, പക്ഷേ ക്യാബിനറ്റിൽ പലപ്പോഴും ഈ രംഗത്തുള്ള കർഷകർക്ക് വേണ്ടി നല്ലതുപോലെ യുദ്ധം നടത്തുന്നു എന്ന് മാത്രമല്ല, ഒരു കാലത്ത് 3.5 ഫാറ്റും 8.5 SNF ഇല്ലാത്തവർക്ക് നമുക്ക് മിൽമയുടെ വില പ്രഖ്യാപിക്കാൻ പറ്റില്ല എന്നുണ്ടായിരുന്ന കാലത്ത് നിന്ന് ഫാറ്റിൻ്റെ അളവ് കുറയ്ക്കുകയും മിൽമ ഓരോ ഘട്ടത്തിലും വർദ്ധിപ്പിക്കുന്ന പണം കർഷകർക്ക് കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തുകയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൊണ്ട് പദ്ധതി വെപ്പിച്ചുകൊണ്ട് ക്ഷീര കർഷകർ മനുഷ്യരാണ് എന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യും വിധം ആ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകമായ ഒരു കാര്യമാണ്. വെറ്റിനറി സർവകലാശാലയുടെ മണ്ണുത്തി ക്യാമ്പസിനെ സംബന്ധിച്ചിടത്തോളം ട്രാൻസ്ലേഷണൽ റിസർച്ച് സെൻറ്റർ കിഫ്ബിയുടെ ഭാഗമായി നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളൊരു വസ്തുതയാണ്. കഴിഞ്ഞ ഏതാണ്ട് 6 മാസക്കാലമായി തുടർച്ചയായ യോഗങ്ങൾ ഈ മണ്ഡലത്തിൻ്റെ കൂടി ഭാഗമാണ് എന്ന വിധത്തിൽ അത് നടത്താൻ എനിക്ക് ഇപ്പോൾ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ക്ഷീര വകുപ്പ് മന്ത്രിയുടെ കൂടി നിർദ്ദേശപ്രകാരം കേരളത്തിലെ കിഫ്ബിയുടെ ചീഫുമായി ആ കാര്യം അവസാനഘട്ട കൂടിയാലോചന നടത്തി. വെറ്റിനറി യൂണിവേഴ്സിറ്റിയുടെ ട്രാൻസ്ലേഷണൽ റിസർച്ച് സെൻറ്റർ നമുക്ക് ഈ അധ്യയന വർഷം തന്നെ ആവശ്യമായ സംവിധാനങ്ങളോടെ ആരംഭിക്കാൻ കഴിയും വിധം മണ്ണുത്തി ക്യാമ്പസിൽ അത് കൊണ്ടുവരാനുള്ള പരിശ്രമവും കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി നിശ്ചയിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി നിങ്ങൾ അറിയിക്കാൻ ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് കൃഷ്ണപ്രിയയ്ക്ക് നേരത്തെ നമ്മുടെ പ്രിയപ്പെട്ട വൈസ് ചാൻസലർ പറഞ്ഞതുപോലെ ദീർഘങ്ങളായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാകട്ടെ. ഡോക്ടറാകണമെന്ന് കൃഷ്ണപ്രിയ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഡോക്ടർ പദവിയുടെ ഏറ്റവും ഉയർന്ന തലത്തിൽ ഏറ്റവും ഉയർന്ന മാർക്കോടെ പ്രത്യേക സ്പെഷ്യലൈസേഷനോടെ നമ്മുടെ സമൂഹത്തിനെല്ലാം മാതൃകയാകാൻ കഴിയും വിധത്തിൽ ആ നമ്മുടെ കൊച്ചുമകൾക്ക് പോകാനാകട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം VC പറഞ്ഞു വെച്ച ബാക്കി ഭാഗം കൂടി ഞാൻ പൂരിപ്പിക്കുന്നു. പശുവിനെ ഏറ്റുവാങ്ങുമ്പോൾ പശുവിനെ കിട്ടി,
പശുവിന് കൊടുക്കാൻ 3 മാസക്കാലത്ത് തീറ്റ കിട്ടി. പ്രത്യേക ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പാസ്പോർട്ട് സംവിധാനം കിട്ടി. ഇനി അതിനെ പരിലാളിക്കാൻ ആവശ്യമായിട്ടുള്ള പുസ്തകങ്ങൾ കിട്ടി. ഇതെല്ലാം കിട്ടുമ്പോൾ കിട്ടിയൊരു പശുവിനെയും കൊണ്ടുപോകാം എന്ന് കൃഷ്ണപ്രിയ ആഗ്രഹിക്കാതെ ആ പശു ഈ യൂണിവേഴ്സിറ്റി ഹൃദയത്തിൽ നിന്ന് നൽകിയ മന്ത്രി ഹൃദയത്തിൽ നിന്ന് നൽകിയ ഒരു സമ്മാനമാണെന്ന് തിരിച്ചറിഞ്ഞ് കൂടുതൽ സാമൂഹിക പ്രതിബദ്ധതയോടെ പശുവിനെ പോറ്റാൻ മാത്രമല്ല അത് ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംസ്കാരത്തെ സ്വന്തം ജീവിതത്തിൻ്റെ ഭാഗമാകാൻ ഈ മകൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒരു കാര്യം കൂടി പറയാതെ പോയാൽ അത് ശരിയാകില്ല. കാരണം കൃഷ്ണപ്രിയയുടെ രക്ഷകർത്താക്കൾ ഓട്ടംതുള്ളലിന് പേര് കൊടുക്കട്ടെ അമ്മേ അച്ഛ എന്ന് ചോദിക്കുമ്പോൾ നീ തുള്ളി നടന്നിട്ട് 10ാം ക്ലാസ് ആണ് എന്ന് പറയാതെ കയ്യിലുള്ള പശുവിന് വിറ്റാണെങ്കിലും 10ാം ക്ലാസ്സിൽ നന്നായി പഠിക്കുന്ന മോൾ ഓട്ടംതുള്ളലിൽ കൂടി പ്രാഗൽഭ്യം നേടിക്കട്ടെ എന്ന് തീരുമാനിച്ച മനസ്സ് ഒരുപക്ഷെ പലർക്കും ഈ കാലത്തുണ്ടാകാത്തതാണ്. കച്ചവട നിബിഡമായിട്ടുള്ള കമ്പോളം നമ്മുടെ മനസ്സുകളെ വ്യാപാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂട്ടിപ്പെരുക്കുന്നൊരു കാലത്ത് മകൾക്ക് ഉയർന്ന വിദ്യാഭ്യാസത്തോടൊപ്പം പാഠ്യേതര വിഷയങ്ങളിൽ കൂടി നന്മയുണ്ടാകാൻ നാളെ മന്ത്രി ഒരു പശുവിനെ തിരിച്ചു തരും എന്ന് കരുതിയിട്ടല്ല, ലോട്ടറി എടുക്കുമ്പോൾ പണം തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിലല്ല, പശു പോകണമെങ്കിൽ പോകട്ടെ പക്ഷേ മകളുടെ ആഗ്രഹം നടക്കട്ടെ എന്ന് തീരുമാനിച്ച ചങ്കൂറ്റത്തെ ഞാൻ സർക്കാരിന് വേണ്ടി ഒരിക്കൽ കൂടി ഒരു ബിഗ് സല്യൂട്ട് നൽകാൻ ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി നിങ്ങളോട് തുടർന്ന് കാര്യങ്ങൾ സംസാരിക്കും. ഇവിടെ എത്തിച്ചേർന്ന മന്ത്രിയോട് നമ്മുടെ മണ്ഡലത്തിൽ എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം. നന്ദി സാർ. വളരെ അഭിമാനം കൊള്ളുന്ന ഒരു നിമിഷമാണ് എന്നെ സംബന്ധിച്ച് ഇന്നിവിടെ സംജാതമായിരിക്കുന്നത്. നമുക്കറിയാം കൃഷ്ണപ്രിയയെ കഴിഞ്ഞ സംസ്ഥാന കലോത്സവത്തിൽ വെച്ച് കൊല്ലത്ത് വെച്ചാണ് കൃഷ്ണപ്രിയയെ കാണാൻ സാധിച്ചില്ല. കൃഷ്ണപ്രിയയുടെ വാർത്ത എനിക്ക് കേൾക്കുവാൻ സാധിച്ചു. അവിടെ ഫുൾ ടൈം നിന്നുകൊണ്ട് തന്നെ നമ്മുടെ കൊല്ലം ജില്ലയിലെ 3 മന്ത്രിമാർ ചേർന്ന് നിന്നുകൊണ്ട് ആ കലോത്സവം വളരെ ഗംഭീരമാക്കി മാറ്റുവാനാണ് ഞങ്ങൾ ശ്രമിച്ചത്. 10,000-കണക്കിന് കലാകാരന്മാരും കലാകാരിമാരും പങ്കെടുത്ത ഒരു സംസ്ഥാന കലോത്സവമായിരുന്നു കൊല്ലത്ത് സംഘടിപ്പിക്കുന്നത്. ഒരു പരാതി പോലും ഇല്ലാത്ത നിലയിലാണ് ഞങ്ങൾക്ക് നടപ്പിലാക്കുവാൻ സാധിച്ചു. ഇത്തവണ പങ്കെടുത്ത മുഴുവൻ കലാകാർക്കും അല്ലെങ്കിൽ കലാകാരിമാർക്കും ഞങ്ങൾ അവർക്ക് പ്രത്യേക ചില പുരസ്കാരങ്ങൾ അല്ലെങ്കിൽ അവാർഡുകൾ ഉൾപ്പെടെ അവർക്ക് പ്രതിഭാ പുരസ്കാരങ്ങൾ ഉൾപ്പെടെ കൊടുത്തുകൊണ്ടാണ് അവരെ ഞങ്ങൾ ഇത്തവണ പറഞ്ഞുകൊണ്ടത്. അക്കൂട്ടത്തിലാണ് ഒരു പത്രവാർത്ത ഒരു ദിവസം പെട്ടെന്ന് ഉണ്ടായത്. മാധ്യമത്തിൻ്റെ പത്രത്തിലൂടെയാണ് എനിക്കത് അറിയാൻ സാധിച്ചത്. അങ്ങനെയാണ് പത്രം തന്നെ എന്നെ നേരിട്ട് വിളിച്ചു. മിനിസ്റ്ററെ, ഇതുപോലെ ഒരു പെൺകുട്ടി കൃഷ്ണപ്രിയ എന്ന് പറഞ്ഞ് തൃശ്ശൂരിൽ നിന്ന് വന്ന ഒരു സ്കൂൾ വിദ്യാർത്ഥി ഇതുപോലെ പണമില്ലാത്തതിൻ്റെ പേരിൽ കലോത്സവത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി അവർക്ക് അതിന് വഹിക്കുവാൻ ചിലവില്ലാത്തതിൻ്റെ പേരിൽ ചിലവ് ആക്കുവാൻ പറ്റാവുന്ന പണമില്ലാത്തതിൻ്റെ പേരിൽ അവരുടെ സ്വന്തം പശുവിനെ വിറ്റിട്ടാണ് ആ പണം ഉപയോഗിച്ചാണ് ആ പെൺകുട്ടി ഈ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. മിനിസ്റ്റർ എന്ത് പറയുന്നു, എന്തൊരു സഹായം ആ പെൺകുട്ടിക്ക് ചെയ്യും എന്നുള്ളതാണ് ആ പത്രപ്രവർത്തകൻ എന്നോട് ചോദിച്ചത്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഞാനത് ആലോചിച്ചിട്ട് വേണ്ട വിധത്തിൽ പ്രവർത്തിക്കാമെന്ന് ഞാൻ നിർദ്ദേശിച്ചു. അങ്ങനെയാണ് അന്ന് തന്നെ ഞാൻ കൃഷ്ണപ്രിയ പഠിക്കുന്ന സ്കൂളിൻ്റെ HMനെ ഞാൻ നേരിട്ട് വിളിച്ചു. ആ നമ്പർ ഞാൻ കളക്ട് ചെയ്തു, നേരിട്ട് വിളിച്ചു. ഞാൻ ഇന്നിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായിരുന്നു, അത് കറക്റ്റാണോ ശരിയാണോ എന്ന് ഞാൻ ആ HMനോട് ചോദിച്ചു. HM അത് ആ പെൺകുട്ടിയുമായിട്ട് ബന്ധപ്പെടുന്നു. അപ്പം തന്നെ പറഞ്ഞു, പക്ഷേ പകരം ഒരു പശുവിനെ കൊടുക്കാം, അപ്പോൾ അതിനെ വളർത്താനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളതും കൂടെ തിരക്കാൻ പറഞ്ഞു. വളരെ വിശദമായ നിലയിലാണ് ആ HM തിരിച്ച് വീട്ടുകാരുമായി ബന്ധപ്പെട്ടിട്ട് എന്നോട് വിളിച്ച് പറഞ്ഞത്, പാവപ്പെട്ട കുടുംബമാണ്, അച്ഛനും അമ്മയും മറ്റു ജോലികളൊന്നുമില്ല, അവരൊക്കെ തൊഴിലാളികളാണ്, തീർച്ചയായിട്ടും ആ കുടുംബത്തിനൊരു പശുവിനെ കൊടുത്താൽ അത് വളരെ നന്നാകും എന്ന HM പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ യൂണിവേഴ്സിറ്റിയുമായിട്ടാണ് പിന്നെ ഞാൻ ബന്ധപ്പെട്ടത്. ഇവിടുത്തെ വൈസ് ചാൻസലറുമായി ഞാൻ ബന്ധപ്പെട്ടു. വൈസ് ചാൻസലർ അപ്പം തന്നെ പറഞ്ഞു, അതിനെന്താണ്, ഒരു പശുവിനെ കൊടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല, നമുക്ക് കൊടുക്കും. പ്രത്യേകിച്ച് തൃശ്ശൂരായതുകൊണ്ടാണ് ഞാൻ ആ തരത്തിൽ നമ്മുടെ വൈസ് ചാൻസലറോട് സംസാരിച്ചത്. പക്ഷേ നമുക്കറിയാം കുറച്ച് ദിവസം കടന്നു, യഥാർത്ഥത്തിൽ നേരത്തെ കൊടുക്കാമായിരുന്നു. പക്ഷേ നമുക്കറിയാം തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഉൾപ്പെടെ നേരത്തെ തന്നെ പ്രഖ്യാപിക്കുകയും അതിനു മുമ്പ് ചില പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുകയും വളരെ പെട്ടെന്ന് ഒട്ടേറെ ഉദ്ഘാടനങ്ങളൊക്കെ ഞങ്ങൾക്ക് ചെയ്യുവാനുണ്ടായതുകൊണ്ട്
ഓടി തൃശ്ശൂരിൽ ഇതിനു വേണ്ടി നമുക്ക് വരാൻ പറ്റാത്തത് കൊണ്ടാണ് ഇത്രയും ദിവസം ഇത് നീണ്ടുപോയത്. അല്ലെങ്കിൽ ഒരു ദിവസം പോലും നീണ്ടുപോകാതെ വളരെ പെട്ടെന്ന് ഞങ്ങൾക്കിത് കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടും നമ്മെ സംബന്ധിച്ചിട്ടില്ല. ഏതായാലും നമ്മുടെ കൃഷ്ണപ്രിയ ഒട്ടം തുള്ളലിൽ എ ഗ്രേഡ് കരസ്ഥമാക്കുവാൻ ആ കലോത്സവത്തിൽ കഴിഞ്ഞു എന്ന് അഭിമാനമായി നമുക്ക് പറയുന്നു. അത് മാത്രമല്ല, ഇപ്പം A+ കൂടി വന്നു. നമുക്കറിയാം ഇന്ന് A+ കിട്ടുന്ന കുട്ടികളുടെ എണ്ണം സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നു. അത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലകളിൽ വന്ന സമഗ്രമായ പുരോഗതിയാണ്. ആ പുരോഗതിയിൽ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ വിദ്യാർത്ഥിയും എത്തിച്ചേർന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ആ പെൺകുട്ടിക്ക് തീർച്ചയായിട്ടും ഇത്തരത്തിലൊന്ന് വിളിച്ച് യൂണിവേഴ്സിറ്റി തലത്തിൽ തന്നെ നമുക്ക് അവരെ വിളിക്കണം, നമുക്ക് ഈ ആദരവ് കുട്ടിക്ക് കൊടുക്കണം എന്നൊക്കെ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇത്തരത്തിലുള്ള ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കണമെന്ന് യൂണിവേഴ്സിറ്റി അധികാരികളോട് പറഞ്ഞു. നമുക്കറിയാം കേരളത്തിൽ ക്ഷീരം മേഖലകളിൽ നല്ല വികസനം നടപ്പിലാക്കുന്നതാണ്. ഫണ്ട് തരുന്നതെല്ലാം വളരെ ദ്രുതഗതിയിൽ നടപ്പിലാക്കുന്ന ഒരു വകുപ്പ് കൂടിയാണ്. കൂടുതൽ നമുക്കറിയാം ക്ഷീര കർഷകരെ സഹായിക്കുക, പാലിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം വേനൽക്കാലം ഇങ്ങോട്ട് കടന്നുപോയി. കടുത്ത ചൂട് മുമ്പെങ്ങുമില്ലാത്ത തരത്തിൽ നമ്മുടെ സംസ്ഥാനത്തുണ്ടായി. നമ്മുടെ സംസ്ഥാനത്ത് 400ഓളം പശുക്കൾ ആ കനത്ത ചൂടിൽ മരണപ്പെട്ട റിപ്പോർട്ടാണ് ഞങ്ങളുടെ മുമ്പിൽ കിട്ടിയത്. വിവിധ ജില്ലകളിൽ നിന്ന് അവരുടെയൊക്കെ അടിയന്തര യോഗം വിളിച്ചു ചേർത്തിട്ടാണ് അത്തരത്തിലുള്ള പശുക്കൾ മരണപ്പെട്ടപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ലിസ്റ്റുകൾ കളക്ട് ചെയ്ത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തന്നെ ഫണ്ട് കൊടുക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇത്തവണ ഞങ്ങൾ ദുരന്ത നിവാരണ ഫണ്ടാണ് ഞങ്ങൾ എല്ലാ ജില്ലകളിലും ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് ഞങ്ങൾ അടിയന്തരമായി തിരുവനന്തപുരത്ത് ദുരന്ത നിവാരണ നമ്മുടെ വകുപ്പിലേക്ക് ഞങ്ങൾ കൈമാറിക്കഴിഞ്ഞു. തീർച്ചയായിട്ടും അവർക്കുള്ള ഫണ്ടുകൾ വളരെ പെട്ടെന്ന് കൊടുക്കുവാനുള്ള സംവിധാനത്തിലേക്ക്. പശുക്കൾക്ക് ചർമ്മരോഗമുണ്ടായപ്പോൾ നമുക്കറിയാം രാജ്യത്ത് എവിടെയും ഒരു സംസ്ഥാനത്തും അവർക്ക് സഹായമില്ലായിരുന്നു. പക്ഷേ കേരള സംസ്ഥാനത്ത് അതിൻ്റെ ഒരു കണക്കെടുത്തപ്പോൾ 800ഓളം പശുക്കളുണ്ട്. അവർക്ക് ഞങ്ങൾ സഹായധനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇടുക്കിയിലെ ക്ഷീര കർഷകൻ നമുക്കറിയാം, അവിടെ ഒരു കുട്ടി കർഷകൻ കേരളത്തിൻ്റെ ഏറ്റവും നല്ല കുട്ടി കർഷകനായിട്ട് ക്ഷീര കർഷകനായിട്ട് സെലക്ട് ചെയ്ത ക്ഷീര കർഷകനുണ്ടായ അനുഭവം നമുക്കറിയാം. 21 പശുക്കളുണ്ടായിരുന്ന പശുക്കളിൽ 13 പശുക്കൾ വളരെ പെട്ടെന്ന് മരണപ്പെട്ട ഒരവസ്ഥ നമ്മുടെ ഇടുക്കിയിലെ കൊച്ചു ക്ഷീര കർഷകൻ ഉണ്ടായപ്പോൾ അന്ന് തന്നെ ഓടിയെത്തുവാൻ ശ്രമിച്ച ഒരാളാണ്. പക്ഷേ പിറ്റേന്ന് രാവിലെ അവിടെ ഞാൻ എത്തി. തലേന്ന് തന്നെ വിളിച്ചു പറഞ്ഞു, വിഷമിക്കേണ്ട, നിനക്ക് ആവശ്യമുള്ള എല്ലാ സഹായങ്ങളും ഗവൺമെൻറ് എന്ന നിലയ്ക്ക് ചെയ്തു തരും എന്ന് ഞാൻ പറഞ്ഞു. ആശുപത്രി കിടക്കയിലായിരുന്നു ആ കുടുംബം മുഴുവൻ. ഞാൻ രാവിലെ ചെന്നപ്പോൾ എല്ലാവരും ആശുപത്രിയിൽ നിന്ന് എത്തിക്കഴിഞ്ഞു. ആ കുടുംബത്തിന് നമുക്കറിയാം പശുവിന് കൊടുക്കുന്ന തീറ്റയ്ക്കകത്ത് വന്ന വ്യതിയാനമാണ്. ആ തീറ്റ കൊടുത്തത് ചീനിയുടെ തൊലിയാണ്. ആ ചീനി തൊലിക്കകത്തുള്ള സൈനൈഡായിരുന്നു വിഷാംശങ്ങൾ. ഒരിക്കലും ചീനിത്തൊലി പശുവിന് കൊടുക്കുവാൻ പാടില്ല എന്ന തരത്തിലേക്ക് വലിയ ക്യാമ്പുകൾ ഉൾപ്പെടെ ഞങ്ങളിപ്പോൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ആ 13 പശുക്കൾ ഒരു ദിവസം ഒരാഴ്ച കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിന് ശ്വാസം കിട്ടാതെ ഓക്സിജൻ കിട്ടാതെ പെടഞ്ഞ് മരിക്കുന്ന ഒരവസ്ഥ റോഡുകളിലും അയ്യത്തും ഒക്കെ പോയി മരണപ്പെട്ട പശുക്കളെ നമുക്ക് കാണുവാൻ സാധിച്ചു. 7 പശുക്കളെ നമ്മുടെ വെറ്റിനറി ഡോക്ടർമാർ അവരെ സംരക്ഷിച്ചു. ഇന്നും അത് ജീവനോടിരിക്കുന്ന ഒരവസ്ഥ. അവിടെയാണ് ഓടി ചെല്ലുവാനും 5 പശുക്കളെ ഇതേ നിലത്തിലുള്ള HF ഇനത്തിൽപ്പെട്ട വലിയ മുട്ടൻ പശുക്കളെ, അത് ഗർഭിണികളായിട്ടുള്ള 5 പശുക്കളെ ഇൻഷുറൻസ് ഉൾപ്പെടെ ചെയ്തുകൊണ്ട് അവിടെ കൊണ്ടെത്തിക്കുവാനും അവർക്കും നമുക്കറിയാം ഒരു മാസത്തെ കേരള ഫീഡ്സ് മുഴുവൻ പശുക്കൾക്കും അത്തരത്തിലുള്ള ഫീഡുകൾ കൊടുക്കുവാനും അതിനൊക്കെ നമ്മുടെ മിൽമയെ കൊണ്ട് വളരെ അടിയന്തരമായിട്ട് ബാക്കിയുള്ള പശുക്കൾക്കും ഇൻഷുറൻസ് ഉൾപ്പെടെ ഏർപ്പെടുത്തിക്കൊണ്ട് വിവിധ സഹായങ്ങൾ അവിടെ കിട്ടത്തക്ക നിലയിൽ 1.5 ലക്ഷം രൂപയുടെ തൊഴുത്തുൾപ്പെടെ നിർമ്മിച്ച് നൽകി സ്റ്റാഫ് കട്ടർ ഉൾപ്പെടെ വിവിധ തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ കൊടുത്തുകൊണ്ടാണ് ആ കുട്ടി കർഷകരെ കേരളത്തിൽ നിന്ന് സംരക്ഷിച്ചത്. അപ്പോൾ ആവശ്യമുള്ള ഫണ്ട്, ഒരു പശുവിനെ വളർത്തുവാൻ ആവശ്യമുള്ള ഫണ്ട് ഉണ്ടെങ്കിൽ 30 ലക്ഷത്തോളം തുക ആ പയ്യന് കൊടുത്തു. മിൽമയുടെ തന്നെ ധനസഹായങ്ങൾ ഉൾപ്പെടെ അവിടെ കൊടുത്തു. വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ഫണ്ടുകൾ ഉൾപ്പെടെ വിവിധ ആൾക്കാർ, സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ ആൾക്കാർ ഉൾപ്പെടെയുള്ള സഹായങ്ങൾ ആ കുടുംബത്തിന് ലഭ്യമാണ്. ഇന്ന് നിങ്ങൾക്കറിയാം, ഞാൻ ഈ തൃശ്ശൂർ തന്നെ തൊട്ടടുത്ത ഒരു നിയോജക മണ്ഡലത്തിൽ ഞാനിപ്പോൾ എത്തി. അവിടെ എത്തിയത് 4 പശുക്കൾ കറണ്ടടിച്ച് മരിച്ചു. നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് സമയത്തായിരുന്നു. ഞാൻ ആ കർഷകനെ അന്ന് തന്നെ എനിക്ക് വിളിക്കുവാൻ സാധിച്ചു. പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം, ആ കർഷകൻ്റെ പുറത്തുകൊണ്ടാണ് കറണ്ടടിച്ച് ഇതെല്ലാം വന്ന് വീണത്. പക്ഷേ ആ കർഷകൻ ഒന്നും പറ്റിയില്ല, പെട്ടെന്ന് ചാടി എഴുന്നേറ്റു.
പക്ഷെ 4 പശുക്കൾ. അതിനകത്ത് അവരുടെ വീട്ടിൽ നിന്ന് പിടിച്ച കരണ്ടിൽ നിന്ന് ഈ ഷോക്കേറ്റാണ് 4 പശുക്കളും ഒരുപോലെ നല്ല ഇനം പശുക്കളാണ്. 19 ലിറ്റർ പാല് ഡെയിലി കൊടുക്കുന്ന ഒരു കർഷകനായിരുന്നു. ഒരു സമ്പന്നാവസ്ഥയിലേക്കാണ് അദ്ദേഹം പോയത്. പക്ഷേ ഒരു പശുവിന് അതിന് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ 64,000 രൂപ കൊടുത്തു, 32,000 രൂപ വകുപ്പിൽ നിന്ന് കൊടുത്തു. ഇന്ന് മിൽമയുടെ 45,000 രൂപ കൊടുത്തു. ഇനി കേരളത്തിൻ്റെ തന്നെ ഞങ്ങളുടെ ദുരന്ത നിവാരണ ഫണ്ടിൽ ഒരു ചെറിയ ഫണ്ട് മൃഗസംരക്ഷണ വകുപ്പിൽ കിടപ്പുണ്ട്. അതും കൂടി എടുത്ത് നമ്മുടെ ഈ കർഷകന് കൊടുത്ത് സഹായിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പോകുന്നത്. ആ ഫണ്ടുകളെല്ലാം വിതരണം നടത്തിയിട്ടാണ് ഞാനിപ്പോൾ. അതുകൊണ്ട് ഇത്തരത്തിൽ അപ്പോൾ നമ്മളിന്ന് കണ്ട വീഡിയോ ഓട്ടംതുള്ളലിൽ 1ാം സ്ഥാനം കിട്ടി കൃഷ്ണപ്രിയയ്ക്ക് തൻ്റെ പഠിത്തത്തിനാവശ്യമായ പണത്തിന് വേണ്ടിയിട്ട് ഓട്ടംതുള്ളൽ മത്സരിക്കുന്നതിന് വേണ്ടിയിട്ടും അത് പഠിക്കുന്നതുമായിട്ട് ആവശ്യപ്പെട്ടിട്ട് പണം തികയാതെ വന്നപ്പോൾ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ സ്വന്തം വീട്ടിലെ പശുവിനെ വിറ്റുകൊണ്ട് ഇങ്ങനെയൊരു കാര്യത്തിലേക്ക് പോവുകയും അതുപോലെ തന്നെ ആ കലോത്സവത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അന്ന് വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ മന്ത്രി ചിഞ്ചുറാണി ഒരു വാക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ ആ കുട്ടിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാമെന്ന്. അപ്പോൾ അത് മണ്ണുത്തി യൂണിവേഴ്സിറ്റിയിൽ നിന്നും കൊടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇതുപോലുള്ള വാർത്തകളുമായി നമുക്കിനി കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടിക്ക് മൈക്ക് പിടിക്കുന്നതിനുമായിട്ട് മറ്റും ഈ കൊച്ചുമിടുക്കന്മാരാട്ടോ നമ്മളെ സഹായിച്ചത്. അവർക്കൂടി നന്ദി പറയുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.